അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളെ നമ്മുടെ ആദ്യ പരീക്ഷ കിതാബു താരീഖാണ്. താരീഖിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു ഫുൾ റിവിഷൻ വീഡിയോ ആണ് ഇത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുകയും കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ പാഠം ഉലുൽ അസ്മ്. എന്താണ് ഉലുൽ അസ്മ് എന്ന് പറഞ്ഞാൽ? ആരെല്ലാമാണ് ഉലുൽ അസ്മുകൾ? ശക്തമായ പരീക്ഷണങ്ങൾക്ക് വിധേയരായപ്പോൾ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുന്ന സമയത്ത് വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരായപ്പോഴും ആ പരീക്ഷണങ്ങളെയെല്ലാം ക്ഷമയോടെയും മനക്കരുത്തോടെയും ഈ ഉലുൽ അസ്മുകൾ നേരിട്ടു. അതുകൊണ്ടാണ് അല്ലാഹു അവർക്ക് വലിയ പദവിയായ ഉലുൽ അസ്മ് എന്നുള്ള പദവി കൊടുത്തത്. അത് 5 ആളുകളാണ്. ആരൊക്കെയാണ് 5 ആളുകൾ? ഒന്ന് നൂഹ് അലൈഹിസലാം, മറ്റൊന്ന് ഇബ്രാഹിം അലൈഹിസലാം, മൂന്നാമത്തത് സയ്യിദുന മൂസ അലൈഹിസലാം, നാലാമത്തത് സയ്യിദുന ഈസ അലൈഹിസലാം, അഞ്ചാമത്തത് സയ്യിദുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാണ് ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ. മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണിവർ. നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠർ മുർസലുകളാണ്. ആ മുർസലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായവർ ഈ 5 ആളുകളാണ്, ഉലുൽ അസ്മുകളാണ്. ഇതിൽ വന്ന ചോദ്യോത്തരങ്ങൾ നോക്കാം. ഉലുൽ അസ്മുകൾ ആരെല്ലാം നമ്മൾ ഇവിടെ പറഞ്ഞു. ഇനി രണ്ടാമത്തത്, മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണ്? ഉലുൽ അസ്മുകൾക്കാണ്. നൂഹ് നബി അലൈഹിസ്സലാം എത്ര കാലം പ്രബോധനം നിർവഹിച്ചു? 950 വർഷക്കാലം. ഇനി അടുത്തത്, ഇസ്രായേൽ വംശം അടിമകളായി ജീവിച്ചിരുന്നത് എവിടെയായിരുന്നു? ഈജിപ്തിലായിരുന്നു. ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം എന്താണ്? അവരുടെ ക്ഷമയും സഹനവുമാണ്. ഇനി ഇവിടെ വിവരിക്കാനുണ്ട്. ഉലുൽ അസ്മുകൾ മുർസലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാകുവാനുള്ള കാരണം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു. ശക്തമായ പരീക്ഷണത്തിന് വിധേയരായപ്പോൾ പോലും അതിനെയെല്ലാം ക്ഷമയോടെയും മനക്കരുത്തോടെയും നേരിട്ടു. അതായിരുന്നു കാരണം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? അപവാദങ്ങൾ, അക്രമങ്ങൾ, ഉപരോധങ്ങൾ, യുദ്ധങ്ങൾ, ഇതെല്ലാം മുത്തുനബി നേരിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ചേരുംപടി ചേർക്കാനാണ്. ഉലുൽ അസ്മുകൾ പ്രയാസങ്ങൾ നേരിട്ടു. നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലത്തോളം പ്രബോധനം നടത്തി. ഇബ്രാഹിം അലൈഹിസ്സലാം അഗ്നി പരീക്ഷണം നേരിട്ടു. മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ടു. ഈസ അലൈഹിസ്സലാം പ്രയാസങ്ങളെ നേരിട്ടു. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധങ്ങളെ നേരിടേണ്ടി വന്നു. ഈ രൂപത്തിൽ ഇതിനെ മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെ പാഠം അൽ ഖുലഫാഉൽ അർബഅ, 4 ഖലീഫമാർ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഖിലാഫത്ത്, ഭരണം ഏറ്റെടുത്തവരാണ് അൽ ഖുലഫാഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെടുന്നവർ. അവർ ആരൊക്കെയാണ്? സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഈ പാഠത്തിൽ വന്ന പ്രധാന ചോദ്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണ്? ഖുലഫാഉർ റാഷിദുകൾക്കാണ്. നമ്മൾ നേരത്തെ പറയപ്പെട്ട 4 ഖലീഫമാർക്കാണ്. 2 ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രതിനിധി എന്നാണ്. 3, 4 ഖലീഫമാർ ആരെല്ലാമാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇനി അടുത്തത്, ഖുലഫാഉർ റാഷിദുകളുടെ ഭരണം എത്ര വർഷമായിരുന്നു? 29 വർഷമായിരുന്നു. ഖുലഫാഉർ റാഷിദുകളുടെ ഭരണം എത്ര വർഷം വരെയാണ്? ഹിജ്റ 40 വരെയാണ്. ഇനി ഇവിടെ പൂരിപ്പിക്കാനുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര വർഷം ഭരണം നടത്തിയിട്ടുണ്ട്? 2 വർഷവും 3 മാസവും. ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷം ഭരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12 വർഷം ഭരണം നടത്തിയിട്ടുണ്ട്. അടുത്തത് അലി റളിയല്ലാഹു അൻഹു 4 വർഷവും 9 മാസവും ഭരണം നടത്തിയിട്ടുണ്ട്. ഇനി വിവരിക്കാനുണ്ട്. ആദ്യത്തെ 4 ഖലീഫമാർ ഖുലഫാഉർ റാഷിദുകൾ എന്നറിയപ്പെടാനുള്ള കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മുസ്ലിം സമുദായത്തെ ഭരിച്ചവരാണ് ഖലീഫമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക പിൻപറ്റി സത്യസന്ധതയോടും നീതിയോടും കൂടിയായിരുന്നു. അതിനാൽ അവർക്ക് അൽ ഖുലഫാഉർ റാഷിദൂൻ എന്ന പേര് അറിയപ്പെട്ടു. രണ്ടാമത്തത്, ഖുലഫാഉർ റാഷിദുകളെ പിൻപറ്റുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വചനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ശേഷം ജീവിക്കുന്നവർക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുവാൻ കഴിയും. അപ്പോൾ എന്റെ ചര്യയും സന്മാർഗം സിദ്ധിച്ചവരുമായ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കുക. ഇതായിരുന്നു ആ വചനം.
ഇനി ചേരുംപടി ചേർക്കാനുണ്ട് ഖലീഫ എന്താർത്ഥം? പ്രതിനിധി. അൽ ഖുലഫാഉ റാഷിദൂൻ നീതിമാൻമാർ ആകുന്നു. ഭരണകാലം ഹിജ്റ 11 മുതൽ 40 വരെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12 വർഷം ഖലീഫയായി. അടുത്തത് എന്റെ കാലശേഷം ജീവിക്കുന്നവർ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഇതുപോലെ അത് ചേരുംപടി ചേർക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് മൂന്നാമത്തെ പാഠം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള പാഠമാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആദ്യത്തെ ഖലീഫ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്ത ആദ്യത്തെ ഖലീഫയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ പാഠത്തിലുള്ള ചോദ്യോത്തരങ്ങൾ: അബൂബക്കർ റളിയല്ലാഹു അൻഹു ജനിച്ച വർഷം ഏതാണ്? ക്രിസ്താബ്ദം 573-ലാണ്. 2. ആനക്കലഹ സംഭവത്തിന്റെ എത്രാം വർഷത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം? 3-ാം കൊല്ലമായിരുന്നു. 3. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? പിതാവ് അബൂ ഖുഹാഫ എന്ന ഉസ്മാൻ, അതുപോലെ മാതാവ് ഉമ്മുൽ ഖൈർ. ഇനി അടുത്തത് 4-മത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ഏതാണ്? ബനു ഖുറൈശിലെ തൈമാണ്. ബനു ഖുറൈശിലെ തൈം. ഇനി അടുത്തത് 5. മക്കയിൽ വെച്ച് അദ്ദേഹം വിവാഹം ചെയ്തു ആരെയെല്ലാം? 1. ഖുതൈലത്തു ബിൻതു അബ്ദുൽ ഉസ്സ, അതുപോലെ ഉമ്മു റുമാൻ ബിൻതു ആമിർ. 6. മദീനയിൽ വെച്ച് വിവാഹം ചെയ്തത് ആരെയൊക്കെയാണ്? ഹബീബ ബിൻതു സെയ്ദ്, അസ്മ ബിൻതു ഉമൈസ്. ഇനി 7-മത്തെ ചോദ്യം: അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പെൺമക്കളിൽ 2 പ്രധാനികൾ ആരെല്ലാമാണ്? 1 ആയിഷ റളിയല്ലാഹു അൻഹയും മറ്റൊന്ന് അസ്മ റളിയല്ലാഹു അൻഹയും. ഇനി ഇവിടെ പൂർത്തിയാക്കാനുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ജനനം ക്രിസ്താബ്ദം 573. മാതാവ് ഉമ്മുൽ ഖൈർ, പിതാവ് അബൂ ഖുഹാഫ, കുടുംബം ബനു തൈം. ഭാര്യമാർ ഖുതൈലത്തു ബിൻതു അബ്ദുൽ ഉസ്സ, ഉമ്മു റുമാൻ ബിൻതു ആമിർ, അതുപോലെ മദീനയിലുള്ള ഭാര്യമാർ ഹബീബ ബിൻതു സെയ്ദ്, അസ്മ ബിൻതു ഉമൈസ്. ഇനി ഇവിടെ പൂരിപ്പിക്കാനുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിവരിക്കാം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം പ്രവേശനത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ധാരാളം പേർ ഇസ്ലാം സ്വീകരിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള 7 അടിമകൾ അദ്ദേഹം മോചിപ്പിച്ചു. നബിയുടെ ഹിജ്റ യാത്രയിൽ അനുഗമിച്ചു. സമ്പത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് ലഭിക്കുവാനുള്ള കാരണം എന്തായിരുന്നു? ഇസ്രാ മിഅ്റാജ് എന്നിവയിൽ ആദ്യമായി യാതൊരു സന്ദേഹവുമില്ലാതെ വിശ്വസിച്ചതിനാലാണ് അബൂബക്കർ തങ്ങൾക്ക് സിദ്ദീഖ് എന്നുള്ള പേര് ലഭിച്ചത്. ഇനി അടുത്തത് പാഠം 4 ഖിലാഫത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം. ഈ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: 1. ഖലീഫയെ തെരഞ്ഞെടുക്കുവാൻ സഹാബിമാർ യോഗം ചേർന്നത് എവിടെ വെച്ചായിരുന്നു? ബനു സഅദ് ഗോത്രക്കാരുടെ പന്തലിൽ വെച്ചായിരുന്നു. 2-മത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യമായി ചെയ്ത പ്രവർത്തനം ഏതായിരുന്നു? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയച്ചു. അടുത്തത് ഉസാമയുടെ നേതൃത്വത്തിലുള്ള സൈനിക നീക്കം നീട്ടിവെക്കുവാൻ അദ്ദേഹം വിസമ്മതിച്ചു. കാരണം എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തീരുമാനത്തോട് അത്രക്ക് ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തീരുമാനമെടുത്തത്. 4. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് രംഗപ്രവേശനം ചെയ്ത കള്ളപ്രവാചകന്മാർ ആരെല്ലാമാണ്? 1 മുസൈലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അനസി, തുലൈഹത്ത് ബിനു ഖുവൈലിദ് അൽ അസദി, അതുപോലെ സജ്ജാഹ്. ഇതൊക്കെ കള്ളപ്രവാചകന്മാരായി രംഗത്ത് വന്നവരാണ്. ഇനി 5-മത്തത് ഖുർആൻ ജമ്മ ചെയ്യുവാൻ അഭിപ്രായപ്പെട്ടത് ആരാണ്? എന്തായിരുന്നു അതിന്റെ ന്യായം? അങ്ങനെ അഭിപ്രായപ്പെട്ടത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന യുദ്ധത്തിൽ ഖുർആൻ മനപ്പാടമുള്ള ധാരാളം സ്വഹാബികൾ കൊല്ലപ്പെട്ടതിനാലായിരുന്നു അങ്ങനെ അഭിപ്രായം വന്നത്. ഇനി 6-മത്തത് ഖുർആൻ ജമ്മ ചെയ്യുവാൻ ഖലീഫ ആരെയായിരുന്നു ചുമതലപ്പെടുത്തിയത്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. ബസറയിലേക്ക് അയച്ച സൈന്യത്തിന്റെ നായകനാരായിരുന്നു? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. 8. ഷാമിലേക്ക് അയച്ച സൈന്യത്തിന്റെ നായകൻ അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇനി അടുത്തത് ജമ്മുൽ ഖുർആൻ എന്താണ്? അതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ ഇതെല്ലാം ഇവിടെ വിവരിക്കാനുണ്ട്. എന്താണ് ജമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ യുദ്ധങ്ങളിൽ ഖുർആൻ മനപ്പാടമുള്ള ധാരാളം സഹാബിമാർ ഷഹീദായി. ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയതും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഇങ്ങനെ ഖുർആനുള്ളവർ മരണപ്പെട്ടു പോയാൽ ഭാവിയിൽ ഖുർആൻ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്ന് ഭയപ്പെട്ടപ്പോഴാണ് അതിനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി തീരുമാനമെടുത്തത്.
ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം നേരിട്ട പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? കള്ളപ്രവാചകന്മാർ, അതുപോലെ സക്കാത്ത് നിഷേധികൾക്ക്, മുർത്തദ്ദുകൾക്കുമൊക്കെ എതിരെ നടന്ന യുദ്ധങ്ങൾ. ഇനി അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ബനു സായിദ അവരുടെ പന്തലിൽ വെച്ചായിരുന്നു യോഗം ചേർന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു കള്ളപ്രവാചകൻ മുസൈലിമത്തുൽ കദ്ദാബ്, ഉസാമത്ത് ബിൻ സെയ്ദ് ഷാം, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ജമ്മുൽ ഖുർആൻ, ഖാലിദ് ബിൻ വലീദ് ബസറ. ഈ രൂപത്തിൽ അതിനെ ചേരുംപടി ചേർക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് വഫാത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഖലീഫമാരിൽ സ്വാഭാവിക മരണമുണ്ടായ ഏക ഖലീഫയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായത് എന്നാണ്? ജുമാദുൽ ആഖിർ 22-നാണ്. അതുപോലെ തന്റെ പിൻഗാമിയായി ആരെയാണ് പ്രഖ്യാപിച്ചത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. പിൻഗാമിയുടെ കാര്യത്തിൽ ആരോടെല്ലാമായിരുന്നു കൂടിയാലോചന നടത്തിയത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻ, സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻ, ഉസൈദ് ഇബ്നു ഹുലൈർ റളിയല്ലാഹു അൻഹു ഇവരുമായി ചർച്ച ചെയ്തു. ഇനി അടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹുജറത്തു ഷരീഫയിലാണ്, മുത്തുനബിയുടെ ചാരയാണ്. 6 ജനാസ നിസ്കാരത്തിന് ആരാണ് നേതൃത്വം നൽകിയത്? ഉമർ റളിയല്ലാഹു അൻഹു. എവിടെ വെച്ചായിരുന്നു ജനാസ നിസ്കാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിനും മിമ്പറിനും ഇടയിൽ വെച്ചായിരുന്നു. ഇനി എന്തൊക്കെയാണ് അവിടുത്തെ വസിയത്തുകൾ? 1. ഭാര്യ അസ്മാ, മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എന്റെ മയ്യത്ത് കുളിപ്പിക്കണം. അതുപോലെ ഞാൻ ഉപയോഗിച്ച 2 വസ്ത്രങ്ങൾ കഴുകി അതിൽ കഫൻ ചെയ്യണം. എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മറമാടണം. ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് കൈപ്പറ്റിയ 6000 വെള്ളിക്ക് പകരമായി എന്റെ ഈത്തപ്പനത്തോട്ടം ബൈത്തുൽ മാലിലേക്ക് നൽകണം. നാം പാൽ കുടിക്കുന്ന ഒട്ടകവും ഭക്ഷണം പാകം ചെയ്യുന്ന തളികയും ഉപയോഗിക്കുന്ന പുതപ്പും ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കണം. ഇതൊക്കെയായിരുന്നു വസിയത്തുകൾ. ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മരണം മുതൽ മറവ് ചെയ്യൽ വരെയുള്ള കർമ്മങ്ങൾ അദ്ദേഹം വഫാത്തായ ഉടനെ ഈ വസിയത്തുകളെല്ലാം പാലിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ അടുത്തായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയുള്ള ഖബർ തയ്യാറാക്കപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി. ഇനി അടുത്തത് പൂരിപ്പിക്കാം. ഭാര്യ ആരാണ്? അസ്മാ, മകൻ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് എന്റെ മയ്യത്ത് കുളിപ്പിക്കണം. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. ഇതാണ് വഫാത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ള പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി 6ാമത്തെ പാഠം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവരെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. 1ാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്ന്, എവിടെ? ക്രിസ്താബ്ദം 584-ൽ ആനക്കലഹ സംഭവത്തിന്റെ 13ാം വർഷം മക്കയിൽ വെച്ചാണ് ഉമർ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? പിതാവ് ഖത്താബ്, മാതാവ് ഹൻതമ. ഏത് വർഷത്തിലായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചത്? നുബുവത്തിന്റെ 6ാം വർഷമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയുടെ പേര് ഫാത്തിമ. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഖുർആൻ അവർ ആദ്യം നൽകിയില്ല. കാരണം എന്തായിരുന്നു? ശുദ്ധി ഇല്ലാത്തത് കൊണ്ട്. 6 കഅബയിലേക്ക് നടത്തിയ മാർച്ചിന്റെ ഒരു വരിയിൽ നിന്നതാരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇനി ഇവിടെ വിവരിക്കാനുണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷണം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാനായി ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടു. വഴിക്ക് വെച്ച് തന്റെ സഹോദരി ഫാത്തിമയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ച വിവരമറിഞ്ഞു. അദ്ദേഹം അവരുടെ നേരെ തിരിഞ്ഞു. അവരുടെ വീട്ടിൽ അവർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അത് കണ്ട് കോപത്തോടെ ഉമർ റളിയല്ലാഹു അൻഹു സഹോദരിയെയും ഭർത്താവിനെയും മർദ്ദിച്ചു. അവർ എല്ലാം സഹിച്ചു. ഷഹാദത്തുകൾ ചൊല്ലുക മാത്രം ചെയ്തു. ഈ രംഗം അദ്ദേഹത്തെ കരളലിയിപ്പിച്ചു. അവർ ഇത്രമാത്രം സ്വാധീനിച്ച ആ ഗ്രന്ഥം കാണുവാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. അദ്ദേഹം ശുദ്ധി വരുത്തി ഖുർആൻ പാരായണം ചെയ്തു. അതോടെ അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെന്ന് നേരിൽ കണ്ടു. ഇസ്ലാം മതം സ്വീകരിച്ചു. ഇതായിരുന്നു അതിന്റെ വഴികൾ. ഇനി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം. പിതാവ് ഖത്താബാണ്, മാതാവ് ഹൻതമ, സഹോദരി ഫാത്തിമ. ഇനി പൂരിപ്പിക്കാനുണ്ട്. ഖത്താബിന്റെ മകനെ, താങ്കൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ മറ്റൊരു വഴിക്ക് പ്രവേശിക്കുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടുത്തെ നീതി, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ധീരത ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും വായിക്കുക. ഇനി അടുത്ത പാഠം ഖിലാഫത്തു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തെ കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്.
ഒന്നാമത്തത്, രാജ്യത്തെ ഉമർ റളിയല്ലാഹു അൻഹു പല സംസ്ഥാനങ്ങളാക്കി വിഭജിച്ചത് എന്തിനു വേണ്ടിയാണ് സംസ്ഥാനങ്ങളാക്കി വിഭജിച്ചത്? അത് ഭരണ സൗകര്യത്തിനായിരുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഭരണം എളുപ്പമാകും, അതിനുവേണ്ടി. രണ്ടാമത്തത്, ഉമർ റളിയല്ലാഹു അൻഹു വികസിപ്പിച്ച പള്ളികൾ ഏതെല്ലാമാണ്? മസ്ജിദുൽ ഹറാമും മസ്ജിദുൻ നബവിയും. 3, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിന്റെ കീഴിൽ വന്ന രാജ്യങ്ങൾ ഏതെല്ലാം? ഷാം നാടുകൾ, ഈജിപ്ത്, ഫലസ്തീൻ, അതുപോലെ തറാബ്ലസ്, ഖാദിസിയ, നഹാവന്ത്, പേർഷ്യ, ദിമഷ്ക്, ഹൽവാൻ, തിക്രീത്ത്, മൊറോക്കോ, അസർബൈജാൻ, സിജിസ്ഥാൻ, ജോർദാൻ. ഇതെല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന രാജ്യങ്ങളാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി അധികാരമേറ്റത് എന്നായിരുന്നു? ഹിജ്റ 13 ജമാദുൽ ആഖിർ മാസമായിരുന്നു. ഇനി വിവരിക്കാനുണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വ്യക്തിഗുണങ്ങൾ. നന്മയുടെ മുമ്പിൽ ഹൃദയം തുറന്നു വെക്കുന്നവരും തിന്മയുടെയും അനീതിയുടെയും മുമ്പിൽ ഒരാളെയും ഭയപ്പെടാത്തവർ കൂടെയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അതുപോലെ അന്യായത്തെ ഒരിക്കലും വെച്ചുപൊറുപ്പിക്കുമായിരുന്നില്ല, എന്നാൽ ഒട്ടും അഹങ്കാരവും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വ്യക്തിഗുണങ്ങൾ. ഇനി ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്തെല്ലാമായിരുന്നു? ഹിജ്റ കലണ്ടർ ആവിഷ്കരിച്ചു, ബൈത്തുൽ മാൽ സ്ഥാപിച്ചു, ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചു, സൈനിക രജിസ്റ്റർ ഏർപ്പെടുത്തി, വിവിധ പട്ടണങ്ങൾ സ്ഥാപിച്ചു, മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി എന്നിവ വികസിപ്പിച്ചു, തറാവീഹ് നിസ്കാരം ഒരു ഇമാമിന്റെ കീഴിലാക്കി, അതുപോലെ ജസീറത്തുൽ അറബിനെ ഒരു അറേബ്യൻ ഉപദ്വീപിനെ ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. ഇതെല്ലാം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പരിഷ്കാരങ്ങളായിരുന്നു. വിദ്യാർത്ഥികൾ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കണം. ഇനി വർഷം എഴുതാം. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായത് ഹിജ്റ 13, ഖാദിസിയ യുദ്ധം നടന്നത് ഹിജ്റ 15, നഹാവന്ത് യുദ്ധം നടന്നത് ഹിജ്റ 21, മസ്ജിദുൽ അഖ്സ വിമോചനം ഹിജ്റ 16. ഇനി ഇവിടെ താഴെ ചേരുംപടി ചേർക്കാനുണ്ട്. സംസ്ഥാനങ്ങൾ, ഭരണ സൗകര്യം, തറാവീഹ്, ജമാഅത്ത്, രാഷ്ട്രപിതാവ്, പ്രശംസ, ജസീറത്തുൽ അറബ് ഇസ്ലാമിക രാജ്യം, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു, ഹിജ്റ കലണ്ടർ. ഈ രൂപത്തിൽ ഇതിനെ യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് വഫാത്ത് ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഒന്നാമത്തത്, ഉമർ റളിയല്ലാഹു അൻഹുവിന് കുത്തേറ്റത് എന്നായിരുന്നു? ഹിജ്റ 23 ദുൽഹിജ്ജ 26 സുബഹ് സമയത്തായിരുന്നു. രണ്ടാമത്തത്, താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അക്രമി എന്താണ് ചെയ്തത്? സ്വയം കുത്തി ആത്മഹത്യ ചെയ്തു. 3, സുബഹ് നിസ്കാരം നിർവഹിക്കുവാൻ അദ്ദേഹം ആരെയായിരുന്നു ഇമാമത്തെ ഏൽപ്പിച്ചത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ. ആരാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിച്ചത്? അബൂ ലുഅ്ലുഅ എന്ന ശത്രുവായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായത് എന്നായിരുന്നു? മുഹറം 1 ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്ര? 10 കൊല്ലവും 6 മാസവും. ഇനി ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്തുകൾ വിശദീകരിക്കാനുണ്ട്. 1, തന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനോട് തന്റെ കടങ്ങൾ വീട്ടുവാൻ പറഞ്ഞു. തന്റെ 2 കൂട്ടുകാരുടെ അടുത്തായി മറവ് ചെയ്യുവാൻ അനുവാദം ചോദിക്കുവാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ആരാണ് 2 കൂട്ടുകാർ? മുത്തുനബിയും അതുപോലെ സിദ്ദീഖ് തങ്ങളും. കുത്തേറ്റ ഉടനെ എന്താണ് അദ്ദേഹം ചെയ്തത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്തെ ഏൽപ്പിച്ചു. അതിനുശേഷം തന്നെ കുത്തിയത് ആരാണെന്ന് അന്വേഷിച്ചു. തന്റെ മരണം ഒരു മുസ്ലിമാണെന്ന് വാദിക്കുന്നവന്റെ കൈ കൊണ്ടാവാതിരുന്നതിൽ അള്ളാഹുവിനെ സ്തുതിച്ചു. ഇതെല്ലാമാണ് വഫാത്ത് ഉമർ എന്നുള്ള പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇനി 9ാമത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഒന്നാമത്തെ ചോദ്യം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെയാണ്, എന്നാണ്? മക്കയിലാണ് ജനിച്ചത്. ക്രിസ്താബ്ദം 577. 2, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കൾ ആരെല്ലാം? അഫ്ഫാൻ, അതുപോലെ അർവ. ഇസ്ലാമിൽ എത്രാമത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം? 4ാമത്തെ വ്യക്തിയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃവിന്റെ പേര് ഹക്കം. അതുപോലെ തബൂക്ക് യുദ്ധത്തിന് അദ്ദേഹം സംഭാവന ചെയ്തത് എന്തായിരുന്നു? 600 ഒട്ടകവും അവർക്ക് വേണ്ട മുഴുവൻ സാമഗ്രികളും 1000 ദീനാറും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിലക്ക് വാങ്ങി സംഭാവന ചെയ്ത കിണർ ഏതായിരുന്നു? മദീനയിലെ ബിഅ്റു റുമ എന്ന കിണറായിരുന്നു. ഇനി വിവരിക്കാനുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദാനം, മദീനയിലെ ബിഅ്റു റുമ എന്ന കിണർ, അതുപോലെ തബൂക്ക് യുദ്ധത്തിന് നൽകിയ സംഭാവനകൾ. തബൂക്ക് യുദ്ധത്തിന് ചെയ്ത സംഭാവനയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്? ഈ സൽക്കർമ്മത്തിന് ശേഷം ഉസ്മാൻ ചെയ്യുന്ന ഒരു കുറ്റവും അദ്ദേഹത്തെ ബാധിക്കുകയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? എല്ലാ നബിമാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും, എന്റെ കൂട്ടുകാരൻ ഉസ്മാൻ ആയിരിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.
ഇനി പാഠം 10 ഖിലാഫത്തു ദിന്നൂറൈൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തെക്കുറിച്ചാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഒന്നാമത്തത്, നാവികസേന ഉണ്ടാക്കുവാൻ ആദ്യമായി അഭിപ്രായപ്പെട്ടതാരായിരുന്നു? മുആവിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു. 2, ഉമർ റളിയല്ലാഹു അൻഹുവിനെ അധികാരപ്പെടുത്തിയ സമിതിയിൽ എത്ര പേരുണ്ടായിരുന്നു? അവർ ആരെല്ലാമായിരുന്നു? 6 പേരുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹും, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. ഇനി ആരായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്? ഹിമാർ എന്ന ഒരു ഈജിപ്തുകാരനായിരുന്നു. ഏത് വർഷത്തിലായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണം? ഹിജ്റ 35-ൽ. ആരായിരുന്നു ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്? സുബൈർ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ജന്നത്തുൽ ബഖീഇൽ. ഇനി വിവരിക്കാനുണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ. 1, ജുമുഅയുടെ 1-ാം ബാങ്ക് നടപ്പിലാക്കി. അതുപോലെ പോലീസ് സേന രൂപീകരിച്ചു. മുഅദ്ദിനുകൾക്ക് വേതനം നടപ്പിലാക്കി. നാവികസേന നിലവിൽ നടപ്പിലാക്കി. അതുപോലെ ഖുർആനിന്റെ പല കോപ്പികൾ തയ്യാറാക്കി. ഇനി അടുത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ നേട്ടങ്ങൾ എന്തെല്ലാമാണ്? പേർഷ്യൻ സാമ്രാജ്യം പൂർണ്ണമായും തകർന്ന അവർ ഇസ്ലാമിലെത്തിയതും, അതുപോലെ ആഫ്രിക്കൻ വൻകരയിൽ ഇസ്ലാമിക സൈന്യം ജിബ്രാൾട്ടർ കടലിടുക്ക് വരെ എത്തിയതും, മൊറോക്കോ, തഞ്ച, റയ്യ്, സൈപ്രസ്, നൈസാബൂർ, തൂസ്, ബൈഹഖ്, സർഹസ്, പേർഷ്യ, ഉന്ദുലുസ് എന്നീ രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കീഴിൽ വന്നതുമൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ നേട്ടങ്ങളാണ്. ഇസ്ലാമിക നാവികസേനയുടെ രൂപീകരണം. ഇസ്ലാമിക രാജ്യം വളർന്നു വികസിച്ചതോടെ ഒരു നാവികസേന അനിവാര്യമായി വന്നു. അതുപോലെ നാവികസേന ഉണ്ടാക്കുവാൻ ആദ്യമായി അഭിപ്രായപ്പെട്ടത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹു ആയിരുന്നു. സേനാ നായകനായിരുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് അന്ന് ഉമർ റളിയല്ലാഹു അൻഹു അനുവാദം കൊടുത്തില്ല. ഇസ്ലാമിക രാജ്യത്തിന്റെ അതിരുകൾ വീണ്ടും വികസിച്ചതോടെ നാവികസേന അനിവാര്യമായി വന്നു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഇസ്ലാമിക നാവികസേന നിലവിൽ വന്നു. ഇനി 11-ാമത്തെ പാഠം, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ 4-ാമത്തെ ഖലീഫയാണ് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്, ഒന്നാമത്തത്, അലി റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്നായിരുന്നു? ക്രിസ്താബ്ദം 600-ലായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കൾ ആരാണ്? 1, അബൂ താലിബ്, വാപ്പ അബൂ താലിബ്, ഉമ്മ ബിൻത് അസദ്, ഫാത്തിമ ബിൻത് അസദ്. 3-ാമത്തത്, അലി റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തത് ആരെയാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ. അടുത്തത് 4-ാമത്തത്, ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഏറ്റ മുറിവുകൾ എത്രയാണ്? 16 മുറിവുകളായിരുന്നു. ഖൈബറിലെ ജൂത പ്രമാണിയുടെ പേരെന്തായിരുന്നു? മുറഹബ് എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എത്ര ഹദീസുകൾ അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു? 586 ഹദീസുകൾ. അദ്ദേഹം തുടക്കം കുറിച്ച ശാസ്ത്രം ഏതായിരുന്നു? ഇൽമുൻ നഹ്വ്. ഇതാണ് ഈ പാഠത്തിലുള്ള ചോദ്യോത്തരങ്ങൾ. ഇനി വിവരിക്കാനുണ്ട് അലി റളിയല്ലാഹു അൻഹുവും ഖൈബർ യുദ്ധവും. ഖൈബർ യുദ്ധത്തിലെ ധീര പോരാളിയായിരുന്നു അലി റളിയല്ലാഹു അൻഹു. ഖൈബർ യുദ്ധത്തിന്റെ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ യുദ്ധത്തിന്റെ പതാക ഞാൻ ഒരാൾക്ക് നൽകും, അയാളിലൂടെ നാം വിജയിക്കുകയും ചെയ്യും. അത് താനായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടായിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത ദിവസം അന്വേഷിച്ചത് അലി റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. അദ്ദേഹം കണ്ണ് രോഗം പിടിപെട്ട് കിടപ്പിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കണ്ണിൽ തുപ്പുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടനെ രോഗം സുഖമായി. തുടർന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധം വിജയിക്കുകയും ചെയ്തു. ഇനി അലി റളിയല്ലാഹു അൻഹുവിന്റെ ധീരത ഏറ്റവും അധികം പ്രകടമായ മറ്റു രംഗങ്ങൾ ഏതൊക്കെയാണ്? 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കുവാൻ വേണ്ടി ശത്രുക്കൾ വീട് വളഞ്ഞപ്പോൾ തന്റെ വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹുവിനെയാണ് മുത്തുനബി കിടത്തിയത്. അതുപോലെ ശത്രുക്കളെ ഭയക്കാതെ ആ ദൗത്യം അലി റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി 12-ാമത്തെ പാഠം, ഖിലാഫത്തു അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത്. ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഒന്നാമത്തെ ചോദ്യം, അലി റളിയല്ലാഹു അൻഹു സ്ഥാനം ഏറ്റെടുത്തത് ഏത് സാഹചര്യത്തിലായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതോടെ അധികാരം ഏറ്റെടുക്കുവാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം വന്നു. ഈ അവസരത്തിലായിരുന്നു. 2, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഇനി 3-ാമത്തത്, അലി റളിയല്ലാഹു അൻഹുവിന്റെ മധ്യസ്ഥനാരായിരുന്നു? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മധ്യസ്ഥനാരായിരുന്നു? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു.
ഇനി അടുത്തത് ഖവാരിജുകളും അലി റളിയല്ലാഹു അൻഹുവും തമ്മിൽ ഏറ്റുമുട്ടിയത് എവിടെ വെച്ചായിരുന്നു? നഹ്റുവാൻ എന്ന സ്ഥലത്ത് വെച്ച്. ഇനി അലി റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം ഏതാണ്? ഹിജറ 40. അതുപോലെ അതിന്റെ മുമ്പ് അലി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത് ആരായിരുന്നു? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്നയാളായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യ ഭാര്യ ആരായിരുന്നു? ഫാത്തിമ റളിയല്ലാഹു അൻഹ. അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ റളിയല്ലാഹു അൻഹയിലുണ്ടായ മക്കളിൽ പ്രധാനികൾ ആരെല്ലാമായിരുന്നു? ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ഇനി അടുത്തത് അലി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതെന്നാണ്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന ശത്രു വിഷത്തിൽ ഊട്ടപ്പെട്ട വാളുകൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ കുത്തുകയും അങ്ങനെ കുത്തേറ്റ് 2-ാം ദിവസമാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഇത് നടന്നത് ഹിജറ 40-ലായിരുന്നു. അതുപോലെ അടുത്തത് മുആവിയ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടത് എന്താണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടികൂടി ശിക്ഷിക്കണം എന്നതായിരുന്നു. ബനു ഹാഷിമിൽ 1-ാം ഖലീഫയാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. ഈ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിലുണ്ടായ പ്രശ്നം എന്തായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടികൂടി ശിക്ഷിക്കണം എന്ന വിഷയത്തിൽ ഖലീഫ പറഞ്ഞ കാര്യങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചില്ല. ഇത് കാരണം വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇനി അടുത്തത് പാഠം 13 അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ ഈ കഴിഞ്ഞ പാഠങ്ങളിലായി 4 ഖലീഫമാരെ കുറിച്ച് പഠിച്ചു. ഇനി 4 ഇമാമിങ്ങളെ കുറിച്ച് പറയുകയാണ്. കർമ്മശാസ്ത്രപരമായി പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ക്രോഡീകരിച്ച 4 ഇമാമിങ്ങളെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവിടെയെല്ലാം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഹിജ്റ വർഷ കണക്ക്, അതുപോലെ വയസ്സുകള്, മാസങ്ങള്, ഈ കണക്കുകളെല്ലാം താരീഖിൽ പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചു വെക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്ന് എവിടെ? ഹിജ്റ 80 കൂഫയിലെ അൻബാർ എന്ന സ്ഥലത്ത് വെച്ചാണ്. 2 അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാരാണ്? സാബിത് എന്നവരാണ്. അബൂ ഹനീഫ ഇമാം നേരിൽ കണ്ട സഹാബി ആരാണ്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഇനി 4മത്തത് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത പ്രധാനികൾ ആരെല്ലാമാണ്? 1 അബൂ യൂസുഫ്, 2 വക്കീഅ്, 3 അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹും. ഇനി 5മത്തത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പേരെന്താണ്? ഹമ്മാദ് എന്നായിരുന്നു. ഇനി മകൻ ഫാത്തിഹ മനപ്പാടമാക്കിയപ്പോൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉസ്താദിന് നൽകിയ പാരിതോഷികം, സമ്മാനം എന്തായിരുന്നു? 1000 ദിർഹമായിരുന്നു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത് എന്നായിരുന്നു? ഹിജ്റ 150-ലായിരുന്നു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെയാണ്? ബഗ്ദാദിലെ മഖ്ബറത്തുൽ ഖൈസറാനിലാണ് അവരുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. ഇനി ആരിൽ നിന്നെല്ലാമാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത്? 1 ഹമ്മാദ് ഇബ്നു അബീ സുലൈമാനു, സലമത്ത് ഇബ്നു കുഹൈൽ, ആമിറു ശഅബി, ഇക്രിമ, അതാഅ്, ഖതാദ, സുഹരി, നാഫിഉ, യഹ്യ ഇബ്നു സഈദ്, അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹും. ഇവരിൽ നിന്നെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ഇനി ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു? വലിയ ആബിദും ആരിഫുമായിരുന്ന അദ്ദേഹം. രാത്രി നിസ്കാരങ്ങൾ, ഖുർആൻ പാരായണം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ദിനചര്യകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു. ഇശാഇന് എടുത്ത വുളൂഅ് കൊണ്ട് 40 വർഷം അദ്ദേഹം സുബഹി നിസ്കരിച്ചിട്ടുണ്ട്. അപാരമായ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കർമ്മശാസ്ത്രത്തിൽ അവഗാഹം നേടി അദ്ദേഹം പഠിച്ചതും ഗ്രഹിച്ചതുമായ വിവരങ്ങൾ അദ്ദേഹം ക്രോഡീകരിച്ചു. അതാണ് ഹനഫി മദ്ഹബിന്റെ അടിസ്ഥാനം. ഒരു വസ്ത്രവ്യാപാരിയായിരുന്ന അദ്ദേഹം ലാഭത്തിന്റെ ഏറെ പങ്കും ധർമ്മം ചെയ്യുകയായിരുന്നു പതിവ്. ഇതൊക്കെയായിരുന്നു ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ശൈലി. ഇനി അടുത്തത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മാലിക്കി മദ്ഹബിന്റെ ഇമാമു കൂടെയാണ്. അവരെ കുറിച്ചാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഫത്വ നൽകുവാൻ തുടങ്ങിയത് എത്രാം വയസ്സിലായിരുന്നു? 17-ാം വയസ്സിൽ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ എത്ര പണ്ഡിതന്മാര് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്? 70 പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുണ്ട്, സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജനനം ഏത് വർഷത്തിലാണ്? ഹിജ്റ 93-ൽ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരെല്ലാം? അനസുൽ അസ്ബഹി, അതുപോലെ ആലിയ ബിൻത് ഷരീഖ്.
ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എഴുതിയ ഹദീസുകൾ എത്രയാണ്? 1,00,000 ഹദീസുകൾ. അദ്ദേഹത്തിന്റെ ഹദീസ് സമാഹാരത്തിന്റെ പേരെന്താണ്? മുവത്ത. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത് ഏത് വർഷത്തിലാണ്? ഹിജ്റ 179. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെയാണ്? ജന്നത്തുൽ ബഖീഇൽ. ഇനി വിവരിക്കാനാണ് മദീനയോടും ഹദീസുകളോടും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കാണിച്ചിരുന്ന ബഹുമാനം എങ്ങനെയായിരുന്നു? മദീനയോടും ഹദീസുകളോടും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കാണിച്ചിരുന്ന ബഹുമാനം, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് സുഗന്ധം പൂശി താടി ചീകി ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ഒരു വിരിപ്പിൽ ഇരുന്നല്ലാതെ ഹദീസ് വായിക്കാറുണ്ടായിരുന്നില്ല. അത്രയും ബഹുമാനം കാണിച്ചിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാടായ മദീനയോടും വലിയ ബഹുമാനം കാണിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി മഹാനവർകൾ മദീനയിൽ വാഹനം കയറുമായിരുന്നില്ല. ഇനി ഇവിടെ ചേരുംപടി ചേർക്കാനുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാം ദാറുൽ ഹിജ്റ. അതുപോലെ ആലിയ ബിൻതു ഷരീഖ് മാതാവ് ഫത്വ 17 വയസ്സ്, ജനനം ഹിജ്റ 93, മരണം ഹിജ്റ 179. ഇനി അടുത്തത് 15ാമത്തെ പാഠം മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചാണ്. നമ്മുടെയൊക്കെ മദ്ഹബിന്റെ ഇമാമും കൂടെയാണ് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം എവിടെയാണ് ജനിച്ചത്? എന്നാണ് ജനിച്ചത്? ഹിജ്റ 150 ഫലസ്തീനിലെ ഗസയിൽ വെച്ചാണ് ഇമാം ഷാഫിഈ തങ്ങൾ ജനിച്ചത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? ഇദ്രീസ് എന്നവർ ഉപ്പയും ഫാത്തിമ എന്നവർ ഉമ്മയും. അദ്ദേഹം മക്കയിലാണ് വളർന്നത്. കാരണം എന്താണ്? പിതാവ് ചെറുപ്പത്തിലെ മരണപ്പെട്ടതിനാൽ മാതാവ് കുട്ടിയുമായി മക്കയിലേക്ക് പോയി. ഇനി അടുത്തത്, മക്കയിൽ അന്നത്തെ മുഫ്തിയുടെ പേര് എന്തായിരുന്നു? മുസ്ലിം ഇബ്നു ഖാലിദ്. ഫത്വ നൽകുവാൻ അനുവാദം ലഭിക്കുമ്പോൾ ഷാഫി ഇമാമിന്റെ വയസ്സെത്രയായിരുന്നു? 15 വയസ്സ്. രാത്രിയെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എങ്ങനെയായിരുന്നു വിഭജിച്ചത്? രാത്രിയെ 3ആയി ഭാഗിച്ച് ഒരു ഭാഗം ഇൽമിനും മറ്റൊരു ഭാഗം നിസ്കാരത്തിനും ഒരു ഭാഗം ഉറക്കിനുമായി ഡിവൈഡ് ചെയ്തു, വിഭജിച്ചു. ഇനി ഷാഫി ഇമാം വഫാത്തായി എവിടെ? ഏത് വർഷമാണ് വഫാത്തായത്? ഹിജ്റ 204 മിസ്റിലെ ഖറാഫ എന്ന സ്ഥലത്ത് വെച്ചാണ് വഫാത്തായത്. ഷാഫി ഇമാമിന്റെ ഖബർ എവിടെയാണ്? മിസ്റിലെ ഖറാഫയിൽ. ഇനി ഷാഫി ഇമാമിന്റെ ഹിഫ്ള് ശക്തി. 7ആം വയസ്സിൽ മഹാനവർകൾ ഖുർആൻ മനഃപ്പാഠമാക്കി. 10ആം വയസ്സിൽ വെറും 9 രാവുകൾ കൊണ്ട് മുവത്ത, നമ്മൾ നേരത്തെ പറഞ്ഞു മുവത്ത മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ്, അത് മനഃപ്പാഠമാക്കി. ഒരൊറ്റ രാത്രി കൊണ്ട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഔസത്ത് എന്ന കിതാബ് ഹിഫ്ളാക്കി. അപാരമായ ബുദ്ധിയായിരുന്നു ഷാഫി ഇമാമിന്. ഇനി ഷാഫി ഇമാമിന്റെ സഞ്ചാരങ്ങൾ ഏതൊക്കെയായിരുന്നു? ചെറുപ്പത്തിൽ മക്കയിലേക്ക് പോയി, മക്കയിൽ നിന്ന് അദ്ദേഹം മദീനയിലേക്ക് പോയി. അവിടെ കുറച്ചു കാലം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിന്ന് പഠിച്ചു. പിന്നെ അദ്ദേഹം ഹിജ്റ 195 ബഗ്ദാദിലേക്ക് പോയി. വീണ്ടും മക്കയിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഹിജ്റ 198 വീണ്ടും ബഗ്ദാദിലേക്ക് പോയി. ഹിജ്റ 199 മിസ്രിലേക്ക് മടങ്ങി. ഹിജ്റ 204 വഫാത്തായി. ഇനി ഇവിടെ വർഷം എഴുതാനുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനനം ഹിജ്റ 150, ബഗ്ദാദിലേക്ക് പോയത് ഹിജ്റ 195, ഈജിപ്തിലേക്ക് പോയത് ഹിജ്റ 199, വഫാത്തായത് ഹിജ്റ 204. ഇനി അടുത്തത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അവരെ കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത്. ഹംബലി മദ്ഹബിന്റെ ഇമാമും കൂടെയാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എത്ര ഹദീസുകൾ മനഃപ്പാഠമാക്കിയിരുന്നു? 10 ലക്ഷം ഹദീസുകൾ മനഃപ്പാഠമാക്കിയിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്നവരുടെ ഗോത്രം ഏതാണ്? ഷൈബാൻ എന്നാണ് ഗോത്രം. ഷൈബാൻ എന്ന ഗോത്രം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്നിവരുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? മുഹമ്മദ് എന്നവർ ഉപ്പയും സഫിയ എന്നവർ ഉമ്മയും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെയാണ്? ഏത് വർഷമാണ്? ഹിജ്റ 164 ബഗ്ദാദിൽ വെച്ച് ജനിച്ചു. ഇനി അടുത്തത് അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്ത പ്രമുഖർ ആരെല്ലാമാണ്? 1 ഇമാം ബുഖാരി റളിയല്ലാഹു അൻ, 2 ഇമാം മുസ്ലിം റളിയല്ലാഹു അൻ. ഇനി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായ വർഷം ഏതാണ്? ഹിജ്റ 241. അദ്ദേഹത്തിന്റെ ജനാസ നിസ്കാരത്തിൽ എത്ര പേര് പങ്കെടുത്തു? 8 ലക്ഷം പേർ പങ്കെടുത്തു. ഇനി വിവരിക്കാനുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വിജ്ഞാന യാത്രകൾ ഏതെല്ലാമാണ്? മക്ക, മദീന, കൂഫ, ബസറ, യമൻ, ഷാം തുടങ്ങിയ രാജ്യങ്ങളിലൂടെ പഠിച്ചും അദ്ദേഹം സഞ്ചരിച്ചു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു? ഇൽമ പഠിപ്പിക്കുന്നതിലും ഇബാദത്തുകൾ ചെയ്യുന്നതിലും മുഴുകി ജീവിച്ച ഒരാളായിരുന്നു അദ്ദേഹം. അതുപോലെ പള്ളിയിലോ ജനാസയിലോ
രോഗസന്ദർശനത്തിലോ ആയിട്ടല്ലാതെ ആരും അദ്ദേഹത്തെ കാണുമായിരുന്നില്ല. 300 റക്അത്ത് ദിവസവും അദ്ദേഹം നിസ്കരിക്കുമായിരുന്നു. ഇനി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്നവരുടെ മരണം എങ്ങനെയായിരുന്നു? ഹിജ്റ 241 ബഗ്ദാദിൽ മരണപ്പെടുമ്പോൾ 77 വയസ്സായിരുന്നു. ബഗ്ദാദ് നഗരം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജനക്കൂട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തത്. ഉദ്ദേശം 8 ലക്ഷം പേർ വരെ ആ ജനാസ നിസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി പൂരിപ്പിക്കാനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം ഹിജ്റ 164 ബഗ്ദാദിൽ വെച്ച്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മരണം ഹിജ്റ 241 ബഗ്ദാദിൽ വെച്ച്. ഇനി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമു തേടി സഞ്ചരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മക്ക, മദീന, കൂഫ, ബസറ, യമൻ, ഷാം. അവസാനത്തത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജനാസയിൽ പങ്കെടുത്തത് 8 ലക്ഷം പേർ. ഇനി അവസാനത്തെ പാഠം അൽ ഇമാമാനി ഫിൽ അഖീദ, വിശ്വാസപരമായ കാര്യങ്ങൾ ക്രോഡീകരിച്ച 2 ഇമാമുകൾ. നമ്മളിപ്പോൾ താരീഖിൽ ഖുലഫാഉ റാഷിദീങ്ങൾ 4 ആളുകളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ മദ്ഹബിന്റെ ഇമാമുകളായ 4 ആളുകളെ കുറിച്ച് പറഞ്ഞു. ഇനി വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ക്രോഡീകരിച്ച 2 ഇമാമിയങ്ങളെ കുറിച്ചുമാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. ആരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ? കർമ്മപരമായി 4-ൽ 1 മദ്ഹബും വിശ്വാസപരമായി 2-ൽ 1 മദ്ഹബും സ്വീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നവർ മാത്രമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. വിദ്യാർത്ഥികൾ പ്രത്യേകം പഠിക്കണം. കർമ്മപരമായി 4-ൽ 1 മദ്ഹബും, നമ്മൾ നേരത്തെ പറഞ്ഞ ഷാഫി മദ്ഹബോ അല്ലെങ്കിൽ ഹനഫി മദ്ഹബോ മാലിക്കി മദ്ഹബോ ഹംബലി മദ്ഹബോ, ഇതിൽ 4-ൽ 1. അതുപോലെ വിശ്വാസപരമായി 2-ൽ 1 അശ്അരി തരീഖത്തോ അല്ലെങ്കിൽ മാതുരീദി തരീഖത്തോ, ഈ 2 സരണിയിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. 2 അഖീദയുടെ 2 ഇമാമുകൾ ആരെല്ലാമാണ്? ഒന്ന് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻ, ഇമാം അബു മൻസൂർ അൽ മാതുരീദി റളിയല്ലാഹു അൻ. ഇനി ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു ആരുടെ പരമ്പരയിലാണ് ജനിച്ചത്? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാണ്. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്ന് എവിടെ? ഹിജ്റ 260 ബസറയിൽ വെച്ച്. ഇമാം അശ്അരി റളിയല്ലാഹു അൻഹു വഫാത്തായത് ഏത് വർഷത്തിലാണ്? ഹിജ്റ 324. ഇമാം മാതുരീദ് റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെയാണ്? സമർഖന്ദിലെ മാതുരീദ് എന്ന സ്ഥലത്ത്. ഇമാം മാതുരീദ് റളിയല്ലാഹു അൻഹു ഏത് സഹാബിയുടെ പരമ്പരയിൽപ്പെടുന്നു? അബൂ അയ്യൂബുൽ അൻസാരി എന്നവരുടെ പരമ്പരയിൽപ്പെടുന്നു. ഇമാം മാതുരീദ് റളിയല്ലാഹു അൻഹു വഫാത്തായത് ഏത് വർഷമാണ്? ഹിജ്റ 333. ഇനി വിവരിക്കാനുണ്ട്. അഖീദ ക്രോഡീകരിക്കേണ്ടി വന്ന സാഹചര്യം ഏതാണ്? തെറ്റായ വിശ്വാസങ്ങൾ പലരും പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ശരിയായ വിശ്വാസത്തെയും അതിന്റെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാം ക്രോഡീകരിക്കേണ്ടത് അനിവാര്യമായി വന്നു. അങ്ങനെയാണ് ഈ 2 ഇമാമുകൾ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെ ക്രോഡീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറയപ്പെട്ട 4-ൽ ഏതെങ്കിലും 1 മദ്ഹബ്, അതുപോലെ വിശ്വാസപരമായിട്ടുള്ള ഈ 2-ൽ ഏതെങ്കിലും 1 മദ്ഹബ് സ്വീകരിക്കൽ അനിവാര്യമാണ്. അവർക്കാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 6ാം ക്ലാസ്സിൽ താരീഖിൽ പഠിക്കാനുള്ളത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങൾ ആവർത്തിച്ച് വായിക്കുകയും കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി, നിർബന്ധമായും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ഉന്നതമായ വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.